വെങ്കട് പ്രഭുവിനും ഗോട്ടിനും സാധിക്കുന്നുണ്ടോ എന്നതും ചിത്രത്തിന്റെ പേരിനോട് എങ്ങനെയാണ് നീതി പുലർത്തുന്നതെന്നും നമുക്ക് നോക്കാം അല്ലെ. പ്രകടനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ വിജയ് ഡബിൾ റോളിലാണ്. ഗാന്ധി എന്ന കഥാപാത്രമായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് പരാമർശിക്കുന്നത്. ഗാന്ധിയുടെ പഴയ കാലം പറയുന്നതിൽ വിജയ് രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലുള്ള സീനൊക്കെ കിടലായിരുന്നു. ആ കഥാപാത്രത്തിന് തന്നെ പ്രായമായ കാലമാകുമ്പോഴേക്കും ഡയലോഗ് ഡെലിവറി അത്ര രസം തോന്നിയില്ല. രണ്ടാമത്തെ കഥാപാത്രം ട്രെയിലറിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പ്രായം കുറവുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. വിജയന്റെ പല കാലഘട്ടങ്ങളിലുള്ള സിനിമ കാണുകയും ആ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് സിങ്ക് ആവാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഓവറോൾ നോക്കിയാലും ഡി ഏജിങ് പരിപാടിയൊക്കെ ഒരു ഓക്കെ ഫീൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ആക്ഷൻസ് ഒട്ടും കൺവിൻസിങ് ആവാത്ത പോലെയും തോന്നി, പ്രത്യേകിച്ച് ഹൈപ്പർ ആവുന്ന മൊമെന്റിലൊക്കെ. പ്രകടനത്തിൽ പറയേണ്ടതല്ല, എങ്കിലും ആ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി എന്നത് തന്നെ ഇടയ്ക്ക് ഒരു ചോദ്യചിഹ്നമാവുന്നുണ്ട്. ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് ആ കഥാപാത്രത്തെ നമ്മളും കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോഴും ഈ ബിഹേവിംഗ് എന്നത് കൺവിൻസിംഗ് ആയി കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുമില്ല. ഗാന്ധിയുടെ സഹപ്രവർത്തകരായ സുനിൽ എന്ന കഥാപാത്രം